ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാമന് മുകളിൽ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചെല്ലാറുകോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ചക്കുവള്ളം എന്ന ഒരു പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെല്ലാറുകോവിലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഇടുക്കിയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ കുമളിയുടെ 4 കിലോമീറ്റർ അപ്പുറയായിട്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറമായിട്ട് തേക്കടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് 19 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ മാമൻ ജോലി തിരക്കുമായിട്ട് എറണാകുളത്ത് തിരക്കായിട്ട് നിൽക്കുകയാണ് അവിടെ. അതുകൊണ്ട് വീട്ടിലില്ല. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കൊറിയർ വന്നു. മാമൻ അയച്ചതാണ് കേട്ടോ. ഒരു കൊറിയർ വന്നു. എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾക്ക് കിട്ടിയത് കൊറിയറിൽ മാമൻ അയച്ചത് ഒരു ഗോപ്രോ ക്യാമറ. അതിലാണ് കഴിഞ്ഞ വ്ളോഗ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെ നിന്നാൽ നമുക്ക് തമിഴ്നാട് നല്ല സൂപ്പറായിട്ട് കാണാം. തമിഴ്നാട് മൊത്തം നമുക്ക് നല്ല വ്യൂ കാണാം. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വള്ളിയുടെ ഇപ്പുറം കേരളം, വള്ളിയുടെ അപ്പുറം തമിഴ്നാടുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർക്കിൽ നമുക്ക് ഗോപ്രോ ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ചെറിയ പൈസ കൊടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ ഗോപ്രോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാം. നമുക്ക് ഫോൺ വെച്ച് ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ മൈക്ക് എടുത്തില്ല. കാരണം ഗോപ്രോ ഉണ്ടെന്ന് വിചാരിച്ച് മൈക്ക് എടുത്തില്ല. അതുകൊണ്ട് അവിടെ ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്താൻ ഞാൻ നോക്കാം. പക്ഷേ മാമനാണ് നല്ലപോലെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ അറിയാവുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നതാണ് തമിഴ്നാട്. അപ്പോൾ ചെറിയൊരു പണിയിട്ട് നമ്മുടെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങ് മാറി നിന്നിട്ട് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യണം ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് മൊത്തം തമിഴ്നാട്. ഞാൻ കേരളീയൻ, അവൻ തമിഴ്നാട്ടുകാരൻ എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണ്? അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ പൊന്നൂട്ടറാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തമിഴ്നാടൊക്കെ കാണുന്നത് അങ്ങ് ദൂരെ ഒരു ഭയങ്കര മഞ്ഞും മഴയും തോന്നുന്നു. അവിടെ നിന്ന് വെള്ള കളറിലാണ് നമുക്ക് കാണുന്നത്. പിന്നെ വാഴക്കൃഷിയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മലയാളി, ഞാൻ തമിഴ്നാട്ടുകാരൻ, ഞാൻ തെലുങ്കുകാരൻ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ സ്റ്റേറ്റുകൾ തരംതിരിച്ച ഒരു ചരിത്രമുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിനുശേഷവും നമ്മുടെ ഈ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേരളവും ഒക്കെ ഒരു നാടായിരുന്നു. അപ്പോൾ ഭാഷ തിരിച്ച് ഈ സ്റ്റേറ്റുകൾ തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമേ തിരിച്ച സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. അതിനുവേണ്ടി നിരാഹാരവും സമരവും ഏറ്റെടുത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരു നിരാഹാര സമയത്ത് ഒരാൾ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിനാണ് ഈ സ്റ്റേറ്റ് ഭാഷകൾ അനുസരിച്ച് തിരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് പോറ്റി ശ്രീരാമലു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ത്യാഗത്താലാണ് നമ്മളിങ്ങനെ ഞാൻ മലയാളി, ഞാൻ തമിഴ്നാട്ടുകാരൻ എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെ കേരളത്തിൽ കുറച്ച് ചെറിയ ചെറിയ ചരിത്രങ്ങൾ കൂടിയാണ്. അത് ഞാൻ അടുത്ത് വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നിൽക്കുന്നതും കാണുന്നതൊക്കെ പശ്ചിമഘട്ട മലകളാണ് കേട്ടോ. പിന്നെ ഞാൻ വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെപ്പോലെ തമിഴ്നാട്ടുകാർ അത്ര മടിയന്മാരൊന്നുമല്ല. അവരുടെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കൃഷി മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് അവരുടെ വീട് മൊത്തം. പക്ഷേ അവരുടെ ആ വീട് മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റായിപ്പോയി. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അവർ വീട് ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പർക്കം കൂടി കൊറോണ വരാനായിരിക്കും എനിക്ക് തോന്നുന്നത്. കണ്ടോ, അവരുടെ കൃഷികളൊക്കെ കണ്ടു ഭംഗിയ. കറക്റ്റ് ഒരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ രീതിയിൽ തന്നെ അവർ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്.
നിരകളാടി ഹരിത ചാരുതീരം എന്നൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് വട്ടായിരിക്കും ഞാൻ ഈ പാട്ടൊക്കെ പാടുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടത് എനിക്ക് വട്ടൊന്നുമല്ല കേട്ടോ, പറഞ്ഞാൽ എനിക്ക് വട്ടൊന്നുമല്ല. നിങ്ങളിപ്പോൾ കേട്ട് കാണും ചേര നിരകളാടി എന്ന് പറഞ്ഞാൽ കേരം എന്ന് പറഞ്ഞാൽ തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് നിങ്ങൾ വിചാരിച്ച് കാണും. അതിനൊരു ചെറിയ ചരിത്രം കൂടിയുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചരിത്രം പറയുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചരിത്രമാണ്, കേരളത്തിൻ്റെ ചരിത്രം. പണ്ട് ഇവിടെ മൊത്തം തെങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അതുകൊണ്ടായിരിക്കും കേരളം എന്ന് പേര് വന്നതെന്ന് പറയുന്നു. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു തെങ്ങ് പോലും ഇവിടെ കാണാനില്ല. തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരു 100 എണ്ണം എങ്കിലും കാണാൻ പറ്റും, പക്ഷെ ഇവിടെ അത്രയും പോലും ഇല്ല. പണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര തെങ്ങ് ഉണ്ടായിരുന്നു, ഒരു കടയിൽ പോയി തേങ്ങ വാങ്ങേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, അങ്ങനെയുള്ളൊരു സ്ഥിതിയായിരുന്നു അപ്പോൾ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ വരെ ഇപ്പോൾ കടയിൽ പോയാണ് വാങ്ങുന്നത്. പിന്നെ നമ്മുടെ കേര കർഷകർക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ഒരു സംഭവം ഒരുക്കി. തെങ്ങ് നട്ടാൽ 200 രൂപ, തെങ്ങ് വെട്ടിയാൽ 400 രൂപ. നിങ്ങൾക്ക് ഏതാണ് ലാഭം? നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഇപ്പോൾ നമ്മുടെ പൊന്നൂട്ട ക്യാമറയുടെ പിന്നിൽ നിന്ന് മടുത്തു, എന്നിട്ട് അവൻ ഫ്രണ്ടിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കേരളം. കേര നിരകളൊന്നും ആടിയിട്ടല്ല കേരളം എന്ന് പേര് വന്നത് കേട്ടോ. അതിന് ഒരു ചരിത്രമുണ്ട്. പരശുരാമൻ മഴ എറിഞ്ഞ് ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റിച്ച് ചെളി നിളഞ്ഞ അളം എന്ന് പറഞ്ഞ് ചേരളം ആയതാണ്. അത് കഴിഞ്ഞത് കേരളമായതാണെന്ന് പറയുന്നു. പക്ഷേ അതിന് വേറൊരു ചരിത്രം കൂടെ ഉണ്ട്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് കേരളം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു. അന്ന് തമിഴ്നാടും കേരളവും ഒന്നായിരുന്നു. അപ്പോൾ അളം എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ അളം എന്ന് പറഞ്ഞാൽ നാടെന്നാണ് അർത്ഥം. അതുകൊണ്ട് ചേരന്മാർ ഭരിച്ച ചേരളം അത് ലോപിച്ചാണ് കേരളം എന്നായതെന്ന് പറയുന്നു. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തമിഴ്നാട്ടിലിരുന്ന് കേരളത്തെ ആസ്വദിക്കുകയാണ് കേട്ടോ, നമ്മുടെ കേരളം. പിന്നെ അങ്ങ് ദൂരെ കുറേ കാറ്റാടിയുണ്ട് കേട്ടോ. നമുക്കത് ഫോണിലും ഗോപ്രോയിലും കിട്ടത്തില്ല. ഞാനിപ്പോൾ സൂം ചെയ്ത് നോക്കിയായിരുന്നു, കിട്ടത്തില്ല. അപ്പോൾ അവിടെ പാർക്കിൽ ചെന്നിട്ട് ഫോണിൽ ഞാൻ ചിത്രങ്ങൾ പകർത്താൻ നോക്കാം. മാമനില്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. ഈ ജിമ്പലൊക്കെ എന്ന് പറഞ്ഞാൽ ജിമ്പലിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. പൊന്നിന് പറ്റുമോ, പക്ഷെ എനിക്ക് ജിമ്പൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. പൊന്നിന് ഇത്തിരി അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചു മുന്നേ കണ്ട പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രം എന്തിനാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അനുവദിക്കാത്തത്? അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്താലേ അവർ ഫോട്ടോയും വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഫോട്ടോ എടുത്താൽ നമ്മളെപ്പോലുള്ള ഒരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലല്ലേ ആൾക്കാർ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയൂ, ആൾക്കാർ ഈ സ്ഥലത്തോട്ട് വരൂ. അങ്ങനെയൊക്കെ ചെയ്യണം. ഈ ഒരു നിയമത്തെ സർക്കാർ മാറ്റി ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നമുക്ക് ഈ മഴ വരുമ്പോഴൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനും ഇവിടെ കുറേ ഹട്ടുകളുണ്ട്. ഇവിടെ ഒരു ഹട്ടുണ്ട്, പിന്നെ 2-3 ഹട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹട്ടുണ്ട്, നമുക്ക് അവിടെ പോയി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാം. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയത്, ചെറുതായിട്ട് തൂളം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫോണിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ പകർത്തി കാണിക്കാൻ ഒച്ചയിലാണ് പറയുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തിൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ശരിക്കും.
അപ്പോൾ നമുക്ക് താഴത്തെ വശമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ചെറുതായിട്ട് മഴ തൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് ഫോറസ്റ്റിന്റെ ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വലത്തേക്കാല് തമിഴ്നാട്ടിലും ഇടത്തേക്കാല് കേരളത്തിലും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ കട്ടപ്പന കുമിളി റൂട്ടിൽ 8-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്ന് ചെല്ലാറ് കോവിലോട്ടുള്ള വഴി ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വെള്ളമാണ് ആ തമിഴ്നാട്ടുകാർ കൊണ്ടുപോകുന്നത്. ഈ വഴിയുടെ അപ്പുറം കഴിഞ്ഞാൽ അത് നമ്മുടെ വെള്ളം തമിഴ്നാട്ടുകാരിൻ്റെ വെള്ളമാകും. ഈ വെള്ളച്ചാട്ടം നൂല് പോലെയാണ്. നമ്മൾ അവിടുന്ന് നോക്കുമ്പോൾ നൂല് പോലെയാണ് അത് പോകുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഈ വെള്ളച്ചാട്ടത്തിലൂടെ നൂല് പോകുന്ന പോലെ പോകുന്നത്. പിന്നെ നൂൽപ്പാറ ഒരു സ്ഥലമുണ്ട്, ഇവിടെ എവിടെയോ ഒരു സ്ഥലമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മാവ് വന്നിട്ട് എന്തായാലും നിങ്ങളെ അത് ഞാൻ കാണിച്ചിരിക്കും. എനിക്ക് പൊന്നു നനഞ്ഞു, ഞാനും നനഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കയറിപ്പോകാം. മൊബൈലൊക്കെ ജിപ്പിലൊക്കെ നനഞ്ഞു, കൊണ്ട് എൻ്റെ കൈ വരെ നനഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കയറിയേക്കാം.